സ്തോത്രം 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 സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം അതിന്റെ 26-ാം വാക്യമാണ്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 26-ാം വാക്യമാണ്. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ ഇരട്ടിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനത്തിനായിട്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം കടന്നു വന്നവരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം സ്തോത്രം. അപ്പോ ഞാനതിന് ഇവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് മുറിവ് കെട്ടുന്ന ദൈവം എന്നുള്ളതാണ്. മുറിവ് കെട്ടുന്ന ദൈവം, മുറിവ് കെട്ടുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രധാനമായിട്ട് ഈ മുറിവെന്ന് പറയുന്നത് 3 തരത്തിലാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ. ഒന്ന് സ്പിരിച്വൽ തലത്തിലാണ്. സ്പിരിച്വൽ തലത്തിലുണ്ടാകുന്ന മുറിവാണ്. 2 ഫിസിക്കൽ തലത്തിൽ, നമ്മുടെ ബോഡിയിൽ, ശരീരത്തിലുണ്ടാകുന്ന മുറിവാണ്. 3 മാനസിക തലത്തിൽ, മെന്റൽ വുണ്ടാണ്. മെന്റൽ മാനസിക മുറിവുകളാണ്. അപ്പൊ ഈ 3 തലത്തിലാണ് മനുഷ്യന് മുറിവുകൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് ഈ യെശയ്യാ പ്രവാചകൻ തന്നെ നോക്കുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സ്പിരിച്വൽ മുറിവാണ്, സ്പിരിച്വൽ വുണ്ടാണ്. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്താ, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനം, ഹൃദയം മുഴുവനും രോഗം പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവും ഇല്ല. അടുത്ത പ്രയോഗം, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കിക്കഴുകിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ആത്മീയമായിട്ടുള്ള മുറിവാണ്, സ്പിരിച്വൽ വുണ്ടാണ്, ആത്മീയ മുറിവാണ്. മനുഷ്യനേറ്റിരിക്കുന്ന ആത്മീയ മുറിവ്. വേറൊരു പദത്തിൽ പറഞ്ഞാൽ ഇവർക്കുള്ള പിന്മാറ്റമാണ്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അടി തൊട്ട് മുടി വരെ ഒരു സുഖമില്ല എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ തലത്തിലെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു നിലവാരമാണ്. ആത്മമണ്ഡലത്തിലെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ്. അത് നമ്മൾ ഭൗതിക ഫിസിക്കൽ ബോഡിയിലാണ് സാധാരണ അത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അടി തൊട്ട് മുടി വരെ എന്ന് പറയുമ്പോൾ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ആത്മീയമായിട്ട് ഈ ജനം, ഇസ്രായേൽ ജനം തകർന്നിരിക്കുന്നു. അതിൽ ഒത്തിരി ഒന്നും എക്സ്പ്ലെയിൻ ഞാൻ ചെയ്യുന്നില്ല. അവിടെ യെശയ്യാ ഒരു കവി കൂടെയാണ്, കാവ്യ ഭാഷയിൽ പ്രസംഗിക്കുന്നു. എന്താണ്? കാളയും കഴുതയും യജമാനന്മാരെ അറിയുന്നു, പക്ഷെ ഈ ജനം ദൈവത്തെ അറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ജനത്തെ, അവരുടെ ആത്മീയ അധപ്പതനത്തെ കാളയെക്കാളും കഴുതയെക്കാളും താണ രീതിയിലായിരിക്കുന്നു എന്ന് അവരെ വിമർശിച്ചു പറയും. ഇനി അവിടെ മുറിവ്, ചതവ്, പഴുത്ത വ്രണം, അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇതെന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നുണ്ട്. അതിന്റെ മറുപടി, ഈ മുറിവ് കരിയാൻ എന്ത് ചെയ്യണം? ഞെക്കിക്കഴുകണം, വെച്ച് കെട്ടണം, എണ്ണ പുരട്ടി ശമിപ്പിക്കണം എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ ഞെക്കിക്കഴുകാൻ ദൈവം ഉപയോഗിച്ച ഉപകരണങ്ങളാണ് പ്രവാചകന്മാരെ എപ്പോഴൊക്കെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ജനത്തെ ശരിക്കും ദൈവത്തിങ്കിലേക്ക് തിരിക്കാനും അവരുടെ പാപം അവർക്ക് ബോധ്യപ്പെടുത്താനും അവരെ ഞെക്കി അവരെ കഴുകാനുമാണ് പ്രവാചകന്മാരെല്ലാം ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്, പഴയ നിയമ പ്രവാചകന്മാരെ പ്രധാനമായിട്ടും. അപ്പം യിരെമ്യാവായാലും യെശയ്യാവായാലും ഹോശയായാലും ഇവരെല്ലാം പ്രസംഗിച്ചത്
മൃദുവായിട്ടല്ല, ലഘുവായ ചികിത്സയല്ല. അതാണ് വേറൊരു പദം. അവരെല്ലാം കഠിനമായി ജനത്തോട് സംസാരിച്ചു. ഹോശേയ പറയുന്നത്, അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി എന്നൊരു പ്രയോഗം നമുക്ക് ഹോശേയ പ്രവചനത്തിൽ കാണാം. അപ്പോ ഞാൻ ഇത് കൂടുതൽ പറയുന്നില്ല. ജനം കുറെ നാള് കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നിട്ട് അവരുടെ മനസ്സിന്, ശരീരത്തിന്, ആത്മീയത്തിന്, എല്ലാ മണ്ഡലങ്ങളിലും ടോട്ടലി അകൽച്ചയുണ്ടായി, പിന്മാറ്റമുണ്ടായി. ആ പഴയ ആത്മീയ തീഷ്ണതയോ പ്രാർത്ഥനയുടെ ആ വലിയ യുദ്ധമോ ആരാധനയുടെ ആ താല്പര്യമോ അനുസരണത്തിന്റെ ആഴമോ ഒക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥ പിന്നെ ക്ലിയർ അല്ല അല്ലേ? ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവസാനത്തെ അവസ്ഥ. അപ്പൊ നമ്മള് ക്ലിയർ ആവുന്നില്ല. വീഡിയോ ദൈവത്തോടുള്ള ആ ബന്ധം കുറഞ്ഞു പോകാൻ പാടില്ല. ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കാമോ? ഞാൻ വീഡിയോ ഓഫാക്കി. ഇത് ഫോണിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്, ഫോണിന്റെ നെറ്റിലുമാണ്. ഓക്കെ, സ്തോത്രം. കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, 1-ാം അധ്യായത്തിൽ പറയുന്നു ജനം ചികിത്സ വേണ്ടവരാണ്, അഥവാ രോഗികളാണ്, ആത്മീക രോഗികളാണ്. അതാണ് വേറൊർത്ഥത്തിൽ പറഞ്ഞത്. ആമേൻ, സ്തോത്രം. ഇനി ഹോശേയ പ്രവചനവും ഇത് തന്നെയാണ് പറയുന്നത്. 6-ാം അധ്യായം 1 മുതൽ 3 വരെ ഒരാൾ വായിക്കാമോ? ഹോശേയ 6-ന്റെ 1 മുതൽ 3 വരെ. ഹോശേയ 6-ന്റെ 1 മുതൽ 3 വരെ. പെട്ടെന്ന് വായിക്കണേ, സമയം കളയാൻ. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. അപ്പൊ ഇവിടെ പ്രവാചകൻ പറയുന്നത് അടി കൊണ്ട ജനം, മുറിവേറ്റ ജനം. പക്ഷെ അതിന് പരിഹാരം കൂടെ പറയുന്നുണ്ട്. വരുവീൻ, യഹോവയുടെ അടുക്കലേക്ക് വരുമ്പോൾ അവൻ അവരുടെ മുറിവ് കെട്ടും എന്ന് പറയുകയാണ്. മുറിവ് കെട്ടും. അപ്പോൾ വാസ്തവത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മമണ്ഡലത്തിലെ മുറിവുകളെ, പരാജയങ്ങളെ റിപ്പയർ ചെയ്ത് ദൈവം മുറിവ് കെട്ടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ.
ഇപ്പൊ ഏത് വലിയ വണ്ടി ആയാലും, അത് ഇന്നോവ ആയാലും റേഞ്ച് റോവർ ആയാലും മെഴ്സഡസ് ആയാലും, കുറെ പുതിയത് വാങ്ങിക്കുമ്പോൾ ഒരു കുഴപ്പവും കാണത്തില്ല. കുറച്ചു നാൾ ഓടിക്കഴിയുമ്പം എവിടെയെങ്കിലുമൊക്കെ അതിന് സൗണ്ട് കേൾക്കും. പാഴ്സ് തേയും, ഓയില് തീരും, ഗ്രീസ് കുറയും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഏറ്റവും കൂടിയ വണ്ടിക്കും ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നമുക്കും അതേപോലെ തന്നെ എത്ര വിശുദ്ധരാന്ന് പറഞ്ഞാലും എത്ര ആത്മീയരാന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലും അതിന് കാലങ്ങൾ കഴിയുമ്പോൾ കേടുകളുണ്ടാവും. പക്ഷെ അതാണ് ഇവിടെ പറയുന്നത്, ദൈവം തന്നെ ഈ മുറിവ് കെട്ടണം, ദൈവം തന്നെ നമ്മളെ റിപ്പയർ ചെയ്യണം, ആത്മീയമായി സ്പിരിച്വലി റിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോ ജനത്തെ തള്ളിക്കളയുന്നില്ല. ഹോശേയ-പ്രവചനം കഠിനമായിട്ടാണ് പ്രവാചകൻ പറയുന്നത്. നീ ഇഷ്ടമില്ലാത്ത പാത്രമാണ്, പൊട്ടപ്രാവാണ്, മറിച്ചിടാത്ത ദോശയാണ്, ദുശാഠ്യമുള്ള പശുക്കിടാവാണ്, അങ്ങനെയൊക്കെയുള്ള കഠിനമായ പ്രയോഗമാണ് ഹോശേയ പറയുന്നത്. സ്തോത്രം. അപ്പോ യെശയ്യാവിൽ പറയുന്നത് കാളയെക്കാളും കഴുതയെക്കാളും അകപ്പതിച്ചു പോയി ഈ ജനം എന്നാണ് പറയുന്നത്. ഹോശേയ മറ്റു പല പ്രയോഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടപ്രാവ് എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത പ്രാവ് എന്നുള്ള അർത്ഥമാണ്. പശുക്കിടാവ് എന്ന് പറഞ്ഞാൽ ദുശാഠ്യമുള്ളതാണ്, ആടിന്റെ കണക്കല്ല. മറിച്ചിടാത്ത ദോശ എന്ന് പറയുമ്പോൾ ഒരു വശം കരിഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ നിലയിൽ അവർക്കും ഒരു ചികിത്സ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനും യഹോവയുടെ അടുക്കലേക്ക് വരാൻ പറയുന്നു. മുറിവ് കെട്ടും. അപ്പോൾ ഒന്നാം ഭാഗം ഞാൻ വിടുകയാണ്. നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥന കുറവ് ഉണ്ടാകാം, ദൈവത്തോടുള്ള പറ്റുമാനം കുറവുണ്ടാകാം, ആരാധനയ്ക്ക് ഇടിവ് വന്നിട്ടുണ്ടാകാം, ജീവിതത്തിന്റെ വിശുദ്ധിക്ക് കോട്ടം തട്ടിയിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം ഒന്നുകൂടെ കണ്ടുണർന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോട് അടുത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പൊ യെശയ്യാവിടെ പറയുന്ന പ്രയോഗം ഒന്നിൽ ആമേൻ, അത് മുഴുവൻ കംപ്ലീറ്റ് ഫുൾ ബോഡി ചെക്കപ്പ് വേണം. പക്ഷെ ഇവിടെ പറയുകയാണ് യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടും എന്ന് പറയാം. നീ യെശയ്യാവ് തന്നെയാണ് ആമേൻ 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ അവിടെ മുറിവുണ്ട്. ഇതാണ് അതിന്റെ പരമമായ സൗഖ്യം, അങ്ങേയറ്റത്തെ സൗഖ്യം. ഈ സൗഖ്യദായകൻ യഹോവ റാഫ എന്ന് പറയുന്ന ആളാണ്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പൊ യെശയ്യാവ് ഈ ജനത്തിന്റെ രോഗം പറയുന്നു, അത് മുറിവ് കെട്ടുമെന്ന് പറയുന്നു. കെട്ടുന്നത് ആരാണെന്ന് പറയും. അത് യേശുവാണ് മുറിവ് കെട്ടുന്നത്. അത് ഉറപ്പിക്കുന്നത് പത്രോസാണ്. 1 പത്രോസ് 2:24 അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നെടുത്തു പറയും. ഇനി രണ്ടാമത്തേത് ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് യിരെമ്യാവ് 30:12 വായിക്കുന്നത്. യിരെമ്യാവ് 30:12-17 കൂടെ വായിച്ചാട്ടെ. ഈ മുറിവിനെ കുറിച്ച് തന്നെയാണ്, സ്പിരിച്വൽ മുറിവിനെ കുറിച്ച് യിരെമ്യാവ് പറയുന്നത്. ഈ ജനത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. യിരെമ്യാവ് 30. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമുള്ളതുമാകുന്നു. നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. ആമേൻ. ഇനി ആണെങ്കിലും എന്നിട്ട് ഇതിനെ ഇടാൻ മരുന്നും കുഴമ്പും ഇല്ല പറയാണ്. മരുന്നുമില്ല, കുഴമ്പുമില്ല. ഇനി അടുത്തത് അതിന്റെ 30:17 വായിച്ചേ. 30:17. അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കുകൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ജനത്തിന്റെ അവസ്ഥ പ്രവാചകൻ വെളിപ്പെടുത്തുമ്പോൾ തന്നെ, ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ തന്നെ അതിനുള്ള പരിഹാരം കൂടെ പറയുകയാണ്. ജനം മുറിവേറ്റവരാണെങ്കിലും അവരുടെ മുറിവുകളെ പൊറുപ്പിച്ചാരോഗ്യം വരുത്തും. ഇതും ആത്മീയ മുറിവ് തന്നെയാണ്, സ്പിരിച്വൽ വുണ്ട് തന്നെയാണ്. യെശയ്യാവ് പറയുന്നതും യിരെമ്യാവ് പറയുന്നതും ഹോശേയ പറയുന്നതും ഇത് മൂന്നും ആത്മീയമായി ഇസ്രായേൽ ജനത്തിനേറ്റ മുറിവുകളാണ്.
എന്നാൽ ഇന്ന് രാത്രിയിൽ ആ മുറിവ് കെട്ടപ്പെടും. അത് യേശുവിൻ്റെ അടിപ്പിണരാൽ ആ മുറിവുകൾ കെട്ടപ്പെടും, കെട്ടപ്പെടണം. നമ്മൾ അവനിൽ വിശ്വസിക്കുമ്പോൾ, നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിൽ ആശ്രയിക്കുമ്പോൾ, യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മീക മുറിവുകൾ കെട്ടപ്പെടുകയാണ്. രണ്ടാമത്തത് ഫിസിക്കൽ വൂണ്ടാണ്, അക്ഷരികമായ മുറിവാണ്. സ്തോത്രം. 2 ദൃഷ്ടാന്തം ഞാൻ പറയാം. അത് ഇയ്യോബ് പറയുന്നു. അവൻ മുറിവ് ഇയ്യോബ് 5:18, 7:5, 16:15, ഈ 2-3 വാക്യങ്ങളുണ്ട്. അതിൽ 5:18 അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യും. മുറിവേൽപ്പിക്കുന്നു, അവൻ മുറിവ് കെട്ടും. ആമേൻ. എന്ന് പറഞ്ഞാൽ ഒരു മുറിവ് വരുന്നത് ദൈവം അറിയാതെ അല്ല, ദൈവം അനുവദിക്കാതെ അല്ല. എന്നാൽ അതിനെ കെട്ടുന്നതും ദൈവം തന്നെയാണ്. യോബ് 7:5 വായിച്ച 7:5 എന്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു. എന്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു. എന്റെ ത്വക്കിൽ അടഞ്ഞു വീണ്ടും പഴുത്തു പൊട്ടുന്നു. പഴുത്തു പൊട്ടുന്നു. അത് ശാരീരികമായ മുറിവാണ്, ഫിസിക്കൽ വൂണ്ടാണ്. 16:15 യോബ് 16:15 ഞാൻ രട്ട് എന്റെ ത്വക്കിന്മേൽ കൂട്ടിത്തുന്നി എന്റെ കൊമ്പിനെ പൊടിയിൽ ഞാൻ രട്ട് എന്റെ ത്വക്കിന്റെ മേൽ കൂട്ടിത്തുന്നിയിരിക്കുന്നു. അവിടെ ആലങ്കാരിക ഭാഷയാണ്. ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ബ്ലഡും പഴുപ്പും ചലവും എല്ലാം കൂടെ ആമേൻ വിലാപ വസ്ത്രം ധരിച്ചപ്പോൾ ഒട്ടിപ്പിടിച്ചു, അതിനെ തുന്നി ചേർത്തിരിക്കുന്നു എന്ന് ആലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അക്ഷരികമായ മുറിവുകൾ മനുഷ്യനുണ്ടാകും. അപകട നിമിത്തമുള്ള മുറിവ്. നമ്മുടെ സുജാതാന്റിയുടെ വിഷയം കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. സ്തോത്രം. പെട്ടെന്ന് സ്തോത്രം. എൻ്റെ മോളും ആ ആശുപത്രിയിലാണ്. അവളെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. സ്തോത്രം. മോളെ ചെന്ന് കണ്ടു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. സ്തോത്രം. അന്ന് വെളുപ്പിലെ തന്നെ അതിന്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. സ്തോത്രം. വിളിച്ചപ്പോ ആന്റിക്ക് ഹൃദയത്തിലൊരു പതർച്ചയില്ല കേട്ടോ. ഞാനൊരു ഉറപ്പിന് പറയുകയാണ്. കാലിന് പൊട്ടലുണ്ട്, കമ്പി ഇട്ടു വെളുപ്പിലെ 5 മണിക്ക്. കാലിന്റെ മാംസഭാഗം കുറെ അടർന്നു പോയി. തലയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിങ് നിന്നു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മോളോട് ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു എന്ന് മോളെന്നോട് പറയാൻ മനസ്സിലാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു ആന്റിയാണ്. അവരുടെ വീട്ടിൽ ഒരുപാട് ഉപവാസ പ്രാർത്ഥനകളിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. അവരെല്ലാ മാസവും 3 ദിവസം വീതം ഉപവാസ പ്രാർത്ഥന അവരുടെ വീട്ടിൽ വെക്കും. ദൈവദാസന്മാരെ മിക്കവാറും കൊടുക്കുന്നത് ഞാനാണ്. എന്നോട് പറയും ആളിനെ വേണം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവർ ഉഴപ്പുന്നവരല്ല. അവര് ഉപവസിച്ചും പ്രാർത്ഥിച്ചും പോരാടി നിൽക്കുന്ന ഒരു സഹോദരിയാണ് സുജാത. പക്ഷേ ഒരു മുറിവ് വന്നു, അത് ദൈവം അനുവദിച്ചതായിരിക്കും. ഞാനും പറഞ്ഞിട്ടുള്ളത് അപകടം ശ്രദ്ധിക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണേ, ഒരു മുറിവുണ്ടാകാം, പക്ഷേ അവിടെയും ദൈവം നമ്മളെ കൈവിടത്തില്ല. ദൈവത്തിന്റെ വലിയ കരുതലുകൾ ഉണ്ടാകും. ആ ബ്ലീഡിങ് വളരെ പെട്ടെന്ന് നിന്നു. സ്തോത്രം. ആയുസോടെ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്നു. ആമേൻ. അപ്പൊ ജീവിതത്തിന്റെ ചില മുറിവുകൾ, ചില ഓപ്പറേഷനുകൾ, ചില വേദനകൾ ഒക്കെ വരുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ല, മറിച്ച് ദൈവത്തോട് ചേർന്ന് സ്തോത്രം ഇരിക്കുമ്പോൾ നമ്മുടെ മുറിവ് അവൻ കെട്ടും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് ലൂക്കോസ് 10:30 മുതൽ 35 വരെ പറഞ്ഞ വിഷയം നമുക്കറിയാം. സ്തോത്രം. എന്താണത്? അർത്ഥപ്രാണനായി വഴിയരികിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യൻ. അതും ഫിസിക്കൽ വൂണ്ടാണ്. യോബിൻ്റെത് ഫിസിക്കൽ വൂണ്ടാണ്. ഈ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവൻ്റെതും ശാരീരികമായ മുറിവാണ്. ആമേൻ. അവിടെ കർത്താവ് ഒരു ഉപമയാണ് പറയുന്നത്. പക്ഷേ അത് അക്ഷരീയമായ മുറിവിന്റെ വിഷയം കൂടിയാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ പുരോഹിതൻ വന്നു, സ്തോത്രം, കണ്ടിട്ട് കാണാതെ കടന്നുപോയി. ലേവ്യൻ വന്നു, കണ്ടിട്ട് കാണാതെ കടന്നുപോയി. പക്ഷേ ശമര്യക്കാരൻ ആ വിഷയം ഏറ്റെടുത്തു എന്നുള്ളതാണ്.
ശമര്യക്കാരൻ ആ വിഷയം ഏറ്റെടുത്തു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. അതിന് ഒരാൾ പ്രസംഗിച്ചത് ഞാൻ കേട്ടു. അതിന് 3 പദം പറഞ്ഞിട്ടുണ്ട്. 1 മാഫിയ, കള്ളന്മാർ. 2 സോഫിയ, പ്രീസ്റ്റ്. അത് സോഫിയാണ്. സോഫിയ എന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ ജ്ഞാനം എന്നുള്ളതാണ്. ജ്ഞാനം. പുരോഹിതൻ എന്താണ് പറഞ്ഞത്? ഞാനിപ്പോ ആ പേഷ്യന്റിനെ തൊട്ടാൽ, ആ ആളിനെ തൊട്ടാൽ രക്തം എൻ്റെ വസ്ത്രത്തിലാകും. ആമേൻ. ലേവ്യൻ എന്നാ പറഞ്ഞേ? ഞാനിപ്പോൾ ഇതിനെ തൊട്ടാൽ എൻ്റെ പുരോഹിതനെ സഹായിക്കേണ്ടത് ഞാനാണ്. ദേവാലയത്തിലെ യാഗ കർമാദികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും ജ്ഞാനം ഉപയോഗിച്ചു. സോഫിയ എന്നാണ് പറയുന്നത്. എന്നാൽ ശമര്യക്കാരൻ വന്നതിന് ആമേൻ ഗ്ലോറിയ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം വരത്തക്കതുപോലെ, ഗ്ലോറി, തേജസ് അല്ലെങ്കിൽ മഹത്വം എന്നുള്ള അർത്ഥമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കള്ളന്മാരുടെ തത്വം എന്ന് പറയുന്നത് നിന്റേതെല്ലാം എന്റേത്, നിന്റേതെല്ലാം എന്റേത്. നിന്റെ പണം ഞാൻ മോഷ്ടിക്കും, നിന്റെ സ്വർണം ഞാൻ മോഷ്ടിക്കും, നിന്റേതെല്ലാം എന്റേത്. ആമേൻ. പുരോഹിതന്റെയും ലേവ്യന്റെയും തത്വം എന്ന് പറയുന്നത് എന്റേതെല്ലാം എന്റേത്, എന്റേത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. എൻ്റെ എണ്ണ, എൻ്റെ വീഞ്ഞ്, ആമേ, ഇതൊന്നും ഞാൻ ആർക്കും കൊടുക്കത്തില്ല. എന്റേതെല്ലാം എന്റേത്. എന്നാൽ ശമര്യക്കാരന്റെ ഫിലോസഫി എന്ന് പറയുന്നത് എന്റേതെല്ലാം നിന്റേതാണ്. എൻ്റെ എണ്ണ നിനക്കാണ്, എൻ്റെ വീഞ്ഞ് നിനക്കാണ്, എൻ്റെ വാഹനം നിനക്കാണ്, ആമേൻ, എൻ്റെ കയ്യിലെ നാണയം നിനക്കാണ്. ഇങ്ങനെ എന്റേതെല്ലാം നിന്റേതായി മാറും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 10 കൂട്ടം കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. അവ 10 കാര്യങ്ങൾ ഈ കള്ളന് വേണ്ടി, മുറിവേറ്റവന് വേണ്ടി ശമര്യക്കാർ ചെയ്യുകയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. എണ്ണ അവന്റെ മുറിവിന് കെട്ടാൻ, വീഞ്ഞ് അവന്റെ ശരീരത്തിന്റെ ക്ഷീണം മാറാൻ. അപ്പോ അകത്ത് കൊടുക്കേണ്ടത് അകത്ത് കൊടുക്കാനും പുറത്ത് ചെയ്യേണ്ടത് പുറത്ത് ചെയ്യാനും ഈ ശമര്യക്കാരൻ തയ്യാറായി. അവൻ ഒരു ശമര്യക്കാരനായിരുന്നു എന്നാണ്. അപ്പോ ഇന്ന് രാത്രിയിൽ അവൻ ശാരീരികമായിട്ടുള്ള ചില മുറിവുകൾ ഇയ്യോബിനെ പോലെ, അവൻ ഈ കള്ളനെ പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സൗഖ്യമാക്കാൻ, മുറിവ് കെട്ടാൻ കർത്താവിന് കഴിയും. ഈ നല്ല ശമര്യക്കാരൻ പറഞ്ഞിരിക്കുന്ന യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ അടുക്കൽ വന്ന ആമേ കണ്ണ് കാണാൻ മേലാത്തവനും, ആമേ സ്തോത്രം, കുഷ്ഠരോഗിയും 38 ആണ്ട് രോഗിക്കാരൻ, സൗഖ്യമില്ലാത്തവനും, സകല രോഗികളെയും കർത്താവ് സൗഖ്യമാക്കി. കനാന്യ സ്ത്രീയുടെ മകളുടെ ഭൂതോപത്രം ഉൾപ്പെടെ എന്തെല്ലാം ആമേൻ ഫിസിക്കൽ ഹീലിംഗ് കർത്താവ് കൊടുക്കണമോ അതെല്ലാം കർത്താവ് ചെയ്യും. അപ്പൊ ഇന്ന് രാത്രിയിൽ ശരീരത്തിനകത്ത് വേദനയാണ്, മുറിവാണ്, ആമേൻ സ്തോത്രം, പ്രഷർ, പ്രയാസങ്ങള് വ്യത്യസ്തമായ നിലകളിൽ, പല്ലിന്, കണ്ണിന്, ഹാർട്ടിന് സ്തോത്രം ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ യേശുവിനോട് പ്രാർത്ഥിക്കാൻ, വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ ആമേൻ കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്നും, ആമേൻ യേശുവിന്റെ ആമേൻ നാമത്തിൽ സൗഖ്യമുണ്ടെന്ന് ആഴത്തിൽ വിശ്വസിക്കുക. ദൈവം ഇന്ന് രാത്രിയിൽ ചില രോഗികളെ സൗഖ്യമാക്കും. അമ്പലാതിഗന്ധം പരവേദന കട്ടിമട്ടം മുടയം മരാതുനം ബ്രഗതം രാജഘടകസ്യാതനാൽ. ഒന്ന്, അവൻ സ്പിരിച്വലി വൂണ്ടായിരിക്കുന്ന മേഖലകളെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. 2, അക്ഷരികമായ മുറിവുകളെ അവൻ കെട്ടും. ഫിസിക്കലി വൂണ്ടഡ് ആയിട്ടുള്ള മണ്ഡലത്തെ അവൻ കെട്ടും. 3, മെന്റലി വൂണ്ടഡ് ആയിട്ടുള്ള വിഷയമാണ് മാനസികമായ മുറിവുകൾ. സ്തോത്രം. മാനസികമായ മുറിവുകൾ എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ടുണ്ടാകാവുന്ന മുറിവുകൾ, സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന മുറിവുകൾ, തകർച്ചകൾ കൊണ്ടുണ്ടാകാവുന്ന മുറിവുകൾ, സ്തോത്രം, അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ മാനസികമായി മുറിവേറ്റ ആളുകൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 പേരുടെ ദൃഷ്ടാന്തം ഞാൻ പറയാം. ഏലിയാവിനുണ്ടായത് മാനസികമായ മുറിവാണ്. ആമേൻ സ്തോത്രം. ഏലിയാവോ താൻ ഭയപ്പെട്ടു. ആമേൻ. ഒരു ദിവസത്തെ വഴി
ആമേൻ ദൂരം ചെന്ന് ഒരു ചൂരച്ചിഴയുടെ കീഴിൽ കിടന്ന് മരിക്കാൻ ഇച്ഛിക്കുകയാണ്. അത് മാനസിക മണ്ഡലത്തിലേറ്റ മുറിവാണ്. സ്തോത്രം. അപ്പോ ചില ആളുകളുടെ വാക്ക്, ഈസബേലിന്റെ വാക്കാണ് അവനെ മുറിവേൽപ്പിച്ചത്. നിന്നെ കൊല്ലും എന്ന് പറഞ്ഞതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ എത്ര ശക്തനാണെങ്കിലും ചില പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ മനസ്സിന് വേദനയും മുറിവുണ്ടാകും. ഹല്ലേലൂയ, അത് നമ്മൾ മറന്നു പോകരുത്. ഇപ്പൊ ഏലിയാവിനെ പോലൊരു ശക്തൻ പഴയ നിയമത്തിൽ ഇല്ല, വാസ്തവം പറഞ്ഞാൽ. കാരണം പല റീസണാണ്. ഒന്ന്, രാജാവിനോട് ദൂത് പറഞ്ഞു. രണ്ട്, സ്തോത്രം, ഒറ്റയ്ക്ക് നിന്ന് ഈ 850 പ്രവാചകന്മാരെ കൊന്നു. സ്തോത്രം, സത്യാരാധന വെളിപ്പെടുത്തി. അങ്ങനെ ആ വലിയ 2 സംഭവങ്ങൾ ഏലിയാവിലൂടെ ദൈവം വെളിപ്പെടുത്തി. സ്തോത്രം. പിന്നുള്ളത് യോഹന്നാൻ സ്നാപകനാണ്. അതാ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കുമെന്ന് പറഞ്ഞത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പഴയ നിയമത്തിലെ ശക്തന്മാരായ ആളുകളാണ്. ആമേൻ, സ്തോത്രം. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത്, സ്തോത്രം, ചില മാനസിക മുറിവുകൾ ശുശ്രൂഷ മണ്ഡലത്തിൽ നിൽക്കുമ്പോഴുണ്ടാകും, കുടുംബജീവനത്തിനകത്തുണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. സഭാമണ്ഡലത്തിനകത്ത് നിൽക്കുമ്പോഴുണ്ടാകും, കമ്പനിയിൽ നിൽക്കുമ്പോൾ, ഓഫീസിൽ നിൽക്കുമ്പോഴുണ്ടാകും, നമ്മുടെ വീടിന് ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകും. വിവിധ നിലകളിൽ നിന്ന് തീയമ്പുകൾ പോലെ നമുക്ക് നേരെ വരുന്ന ചില മുറിവുകൾ ഉണ്ടാകും. അത് മെന്റലി ഉണ്ടാകുന്ന മുറിവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്തരം സന്ദർഭങ്ങളിൽ ഇരുന്ന് ആത്മാവിൽ ആരാധിക്കണം. ആ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ദൈവശക്തി നമ്മുടെ ശരീരത്തിൽ, ഹൃദയത്തിൽ പകർന്ന് ദൈവം നമ്മുടെ മുറിവുകളെ കിട്ടും. ആമേൻ, സ്തോത്രം, 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 ഹല്ലേലൂയ. അപ്പോ മെന്റലി ഉണ്ടാവും. 2, ദാവീദാണ്. ദാവീദിനെ പോലെ ശക്തൻ പഴയ നിയമത്തിലെ, അതും ഒരു ശക്തനായ കാൻഡിഡേറ്റ് ആണ് ദാവീദ്. നിന്റെ അപ്പൻ യോദ്ധാവാണ്. അവൻ ആമേൻ തനിയെ രാപാർക്കത്തില്ല, അവൻ ആളുകളുടെ കൂടെ രാപാർക്കത്തില്ല. അവൻ സ്പെഷ്യൽ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ടേ രാപാർക്കൂ എന്ന് ദാവീദിനെ കുറിച്ച് പറഞ്ഞു. ദാവീദ് അതുപോലെ ഭയമില്ലാത്തവനായിരുന്നു, ഗോലിയാത്തിനെ ഭയപ്പെട്ടില്ല. സ്തോത്രം. അപ്പോ ഭയമില്ലാത്ത ദാവീദ് വിഷമിച്ച വിഷയം സിക്ലാഗ് തീ വെച്ച് ചുടുകയും തനിക്കുള്ളതെല്ലാം, ഭാര്യമാരെയും കുഞ്ഞുങ്ങളെല്ലാം അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്ത ആ പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ വായിക്കുന്നു, ദാവീദോ കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന കടമുള്ളവരും ഞെരുക്കമുള്ളവരും സന്തുഷ്ടിയില്ലാത്തവരും കടം വാങ്ങിച്ച് നാബാലിന്റെ വീട്ടിൽ നിന്നും, സ്തോത്രം, ഹല്ലേലൂയ, പിന്നെ ഹല്ലേലൂയ, പുരോഹിതന്റെ അടുക്കൽ നിന്നൊക്കെ അപ്പം വാങ്ങിച്ച് കൂടെ നിർത്തി സ്തോത്രം, വയറ് നിറച്ച് കൊടുത്ത് വളർത്തിയ ഈ കൂട്ടുകക്ഷികൾ, അവരുടെ ഭാര്യമാരും പിള്ളേരും നഷ്ടമായപ്പോ ദാവീദിന്റെ നേരെ തിരിഞ്ഞു. ദാവീദിന്റെ നഷ്ടമായത് അവർക്ക് വിഷയമല്ല, അവരുടെ പോയതാണ് അവർക്ക് വിഷയം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില നഷ്ടങ്ങൾ വരുമ്പോൾ മുറിവുണ്ടാകും. ചില ആളുകളല്ല, മിക്കവാറും ഒക്കെ എല്ലാവർക്കും ശരാശരി ഉണ്ടാകും. സാമ്പത്തിക നഷ്ടം വരുമ്പോൾ മുറിവുണ്ടാകും. ആളുകൾ വിരോധമായി സംസാരിക്കുമ്പോൾ മുറിവുണ്ടാകും. കൂടെ നിന്നവൻ കാല് വാരുമ്പോൾ മുറിവുണ്ടാകും. മനസ്സിലാവുന്നു? നമുക്കൊരാശ്വാസമായിരിക്കുമെന്ന് വിചാരിച്ചവൻ തള്ളിപ്പറയുമ്പോൾ മുറിവുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പ്രസംഗത്തിൽ ഒരിടത്ത് കേട്ടതുപോലെ, യേശുവിന്റെ ക്രൂശ് ചുമക്കേണ്ടത് പത്രോസായിരുന്നു. യേശുവിന്റെ ക്രൂശ് ചുമക്കേണ്ടത് കുറേനക്കാരൻ ശീമോനല്ലായിരുന്നു. കാരണം വെളിപ്പാട് കിട്ടിയത് പത്രോസിനായിരുന്നു. സ്തോത്രം. കൂടെ കൊണ്ടു നടന്ന് എല്ലാ വിഷയത്തിലും എക്സ്പീരിയൻസ് കിട്ടിയത് പത്രോസിനായിരുന്നു. പക്ഷേ യേശുവിന്റെ കുരിശ് ചുമക്കാൻ പത്രോസ് ഉണ്ടായില്ല. അപ്പൊ നമ്മളെ ചിലരെ എങ്ങനൊക്കെ താങ്ങിയാലും ചിലർ അവസാനം കാണത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തെ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു ശീമോനെ, നമ്മളെ കാണാത്തൊരു ശീമോനെ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അറിയാത്തൊരു ശീമോനെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ചിലർ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, അത് ദാവീദ് ചെയ്താലും
ഏലിയാവ് ചെയ്താലും ഏലിയാവിന്റെ വീടിന് വേണ്ടിയൊന്നും അല്ല ചെയ്തത്. ദാവീദിന്റെ വീട്ടുകാർക്ക് വേണ്ടിയൊന്നും അല്ല ചെയ്തത്. ദാവീദിനെ ദൈവത്തിന് വേണം, ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദാവീദിനെ, ഇശായിയുടെ മക്കൾ, ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് ദൈവമാണ് പറഞ്ഞത്. പക്ഷേ വിഷയങ്ങളിലൂടെ ദൈവം അവനെ കടത്തി, അവൻ അങ്ങനെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. നമ്മൾ പലപ്പോഴും ദൈവത്തിന് വേണ്ടിയൊക്കെ നിൽക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നത് പോഷനായോണ്ടാന്ന്. പോഷനൊന്നും ആയോണ്ടല്ല, നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. വിളിയുടെ ആഴമറിയാവുന്നത് കൊണ്ടാണ്. നഷ്ടം സഹിച്ച് അല്ലെങ്കിൽ കഷ്ടങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് മണ്ടന്മാരായതുകൊണ്ടല്ല. നമ്മൾ പോകുന്നത് നമുക്കുള്ള വെളിപ്പാടിനെ ബേസ് ചെയ്താണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും മുറിവുകളും കണ്ടിട്ട് ഞാനും നീയും ഭയന്ന് മാറരുത്. ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഇവിടെ അല്ല അക്കൗണ്ടബിലിറ്റി ഉള്ളത്, നിത്യതയിലാണ്. കണക്ക് നോക്കുന്ന സ്ഥലം അവിടെയാണ്. പ്രതിഫലം തരുന്ന സ്ഥലം അവിടെയാണ്. അവാർഡും റിവാർഡും ഒക്കെ വെളിപ്പെട്ടു വരുന്ന സ്ഥലം അവിടെയാണ്. ഇവിടെ നമ്മളെ പോഷൻ എന്ന് അവസാനം ഫൈനൽ ഡെസ്റ്റിനേഷൻ കർത്താവിന്റെ സന്നിധിയാണ്. ആമേൻ. എന്നു പാരിൽ കണ്ണുനീരിൽ നിൻവാചനോ വിതയ്ക്കും ഞാൻ. ഇന്നു പാരിൽ കണ്ണുനീരിൽ നിൻവാചനോ വിതയ്ക്കും ഞാൻ. അന്നു നേരിൽ നിന്നരികിൽ വന്നു കതിരുകൾ കാണും ഞാൻ. അന്നു നേരിൽ നിന്നരികിൽ വന്നു കതിരുകൾ കാണും ഞാൻ. നിറഞ്ഞ പൊന്നേശുവേ നിൻപാം എന്നാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദസേവയന്നാശയേ. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മുറിവുകൾ ഉണ്ടാകാം, പക്ഷെ മുറിവ് കിട്ടാൻ ദൈവം ഇറങ്ങി വരും. ആമേൻ. ദാവീദിന്റെ മുറിവ് അങ്ങനെ വിട്ടില്ല. അവന്റെ മുറിവിനെ കെട്ടി ദൈവനെ രാജാവാക്കി നന്മകളാൽ അലങ്കരിച്ചു. ഏലിയാവിനെ അങ്ങനെ ചൂരച്ചിഴ തണലിൽ വിട്ടില്ല. അവനെ കൊല്ലാൻ ഈസബേലിന് പറ്റിയില്ല. അവന്റെ രോമത്തെ തൊട്ടില്ല. അവനെ കൊന്നില്ലെന്ന് മാത്രമല്ല, അവൻ ചത്തില്ലെന്ന് മാത്രമല്ല, അവൻ ചാകാതെ ജീവനോടെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ സ്വർഗത്തിലെ രഥം അവന് വേണ്ടി അയക്കപ്പെടുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു കാര്യം ഓർത്തോണം. നമ്മൾ ഒരു രാത്രിയിൽ ഉറങ്ങാതെ ഒരിടത്ത് കിടന്ന് കരഞ്ഞെന്ന് വരാം, പക്ഷേ നമ്മൾ കാണാത്ത നിലകളിൽ മരണം അവന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവന് രഥത്തിൽ, അഗ്നിമയമായ രഥത്തിൽ കൊണ്ടുപോയി ഈസബേലിന്റെ വാക്ക് പാഴ്വാക്കായി മാറി. ഞാൻ അവസാനിപ്പിക്കുകയാണ് വാക്ക്. ഇവിടെ ആ മാനസിക മുറിവുകളെ ദൈവം കെട്ടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ചിലരെയൊക്കെ മുറിക്കാനേ അറിയാവും, അവർക്ക് മുറിവ് കെട്ടാൻ അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? മുറിവ് കെട്ടണം. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ മുറിക്കുന്നത് മാത്രമല്ല, മുറിവ് കെട്ടുന്നത് കൂടിയാണ്. ആമേൻ. ചതയ്ക്കുക മാത്രമല്ല, ദൈവം പൊറുപ്പിക്കുന്നതും കൂടെയാണ്. രാത്രിയിൽ ഏലിയാവുമാരുണ്ട്, അവരുടെ സ്തോത്രം മുറിവുകൾ മാറട്ടെ. ഹല്ലേലൂയ. ദാവീദുമാരുണ്ട്, അവരുടെ മുറിവുകൾ, നഷ്ടങ്ങൾ നിമിത്തമുള്ള മുറിവുകൾ മാറട്ടെ. ഹല്ലേലൂയ. ഇയ്യോബുമാരുണ്ട്, അവരുടെ ഫിസിക്കൽ മുറിവുകൾ മാറട്ടെ. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവരെ പോലെയുള്ളവരുണ്ട്, അവരുടെ ഫിസിക്കൽ മുറിവുകൾ മാറട്ടെ. സ്പിരിച്വൽ മുറിവുകൾ മാറട്ടെ. വിവിധ തരത്തിലുള്ള മുറിവുകൾ മാറും. ഞാൻ വായിച്ച കുറിവാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടി അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെ ആകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ ഇരട്ടിയായിരിക്കുമെന്നാണ്. ലൈറ്റ് ഓഫ് ദ മൂൺ ഷാൽ ബി ആസ് ദ ലൈറ്റ് ഓഫ് ദ സൺ.
the light of the sun shall be sevenfold. ആമേൻ. അതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ആമേൻ. സ്തോത്രം. അത് ഇങ്ങനെയാണ്. God will repair what has been broken. സ്തോത്രം. Light represent God's presence, blessings, restoration and salvation. Amen. പ്രകാശം കാണിക്കുന്നത്, നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ അതിന്റെ ആഴം പെട്ടെന്ന് പിടികിട്ടത്തില്ല. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെ ആകുമെന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രന്റെ പ്രകാശം വലിയ പ്രയോജനം ഉള്ളതല്ല. പിന്നെ കിടക്കുന്നവന് ശല്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നില്ലേ? ചൂടില്ല. പക്ഷെ സൂര്യന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശമാണ് ജീവജാലങ്ങൾക്ക് ജീവൻ പകരുന്നത്. വെളിച്ചത്തിലാണത് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത്. അത് പൂക്കുന്നതും കായ്ക്കുന്നതും തളിർക്കുന്നതും ഫലവത്താകുന്നതും പഴുക്കുന്നതും. ഇപ്പൊ ഞാനിവിടെ മരുഭൂമിയിലാണ്. അപ്പൊ ഈന്തപ്പഴം പഴുക്കുന്ന ഒരു ചൂടാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അതിന് ഇവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നതാണ് ഈന്തപ്പഴം പഴുക്കാൻ വേണ്ടിയുള്ള ചൂടാണെന്ന് പറയും ഇപ്പോഴത്തെ ഈ ചൂട്. അതുപോലുള്ള ചൂടാണ്. അപ്പൊ ദൈവത്തിന് സ്തോത്രം എങ്ങനെ നമ്മളെ റിപ്പയർ ചെയ്യണമോ അങ്ങനെ ദൈവം റിപ്പയർ ചെയ്യും. ദൈവത്തിന്റെ സാന്നിധ്യം, ഗോഡ്സ് പ്രസൻസ്, അത് ആഴത്തിൽ വെളിപ്പെട്ടു വരും. ബ്ലെസ്സിങ്സ് വെളിപ്പെട്ടു വരും. യഥാസ്ഥാനം വെളിപ്പെട്ടു വരും. രക്ഷ വെളിപ്പെട്ടു വരും. ആമേൻ. അതാണ് ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയും സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെയും മാറും. ഇതുപോലൊരു പ്രയോഗം യെശയ്യാവ് 60 പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്ന പ്രയോഗം ഇനി ആമേൻ നിനക്ക് യെശയ്യാവ് 60 അവിടെ എന്താ പറയുന്നത്? 19ഉം 20ഉം ആണെന്ന് തോന്നുന്നു. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനുമല്ല. പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശം, നിന്റെ ദൈവം നിന്റെ തേജസ്സാകും. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല, നിന്റെ ചന്ദ്രൻ ഇനി മറഞ്ഞു പോകത്തില്ല. ആമേൻ. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു. ഇപ്പൊ ഇവിടെ ഒരു പടിയും കൂടെ കടന്നാ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കണം. യെശയ്യാവ് 30:26 നമ്മൾ വായിച്ച വാക്യം, ചന്ദ്രന് സൂര്യന്റെ പ്രകാശം തരും, സൂര്യൻ 7 പകലിന്റെ പ്രകാശം തരും. പക്ഷെ ഇവിടെ പറയുന്നത് ഇനി ആ സൂര്യൻ എന്ന് പറയുന്നത് സൂര്യനെ സൃഷ്ടിച്ച ദൈവമാണ് നിനക്കിറങ്ങി പ്രകാശമായിട്ട് ഇറങ്ങി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി യഹോവയാണ് നിന്റെ നിത്യപ്രകാശം. ഹലോ, ഇത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദുഃഖകാലം തീർന്നു പോകും. നമ്മുടെ മുറിവുകൾ കെട്ടപ്പെടും. ഇന്ന് രാത്രിയിൽ ചില മുറിവുകൾ കെട്ടപ്പെടട്ടെ. ആത്മമണ്ഡലങ്ങളിൽ അകന്നുപോയ ചില വിഷയങ്ങളുണ്ടെങ്കിൽ, വിള്ളൽ വീണ ചില വിഷയങ്ങളുണ്ടെങ്കിൽ, കേടുവന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ, റിപ്പയർ ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിൽ ഒന്ന് റിപ്പയർ ചെയ്യപ്പെടട്ടെ. സ്തോത്രം സ്തോത്രം. യഥാസ്ഥാനപ്പെടട്ടെ, മടങ്ങി വരട്ടെ, പ്രാർത്ഥനയുടെ അളവ് കൂടട്ടെ, ദൈവിക ബന്ധത്തിന്റെ ആഴം വെളിപ്പെടട്ടെ, ആദ്യ സ്നേഹം വർദ്ധിക്കട്ടെ. സ്തോത്രം 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 സ്തോത്രം. മരിച്ച അവസ്ഥയല്ല, ഇന്നാക്റ്റീവ് ആക്റ്റീവായി മാറട്ടെ. ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരാകട്ടെ, ദൈവനാമത്തിന് മഹത്വമുള്ളവരായി മാറട്ടെ. രണ്ടാമത്, അക്ഷരീയമായിട്ടുള്ള ചില മുറിവുകൾ ഉണ്ടായിരിക്കാം ശരീരത്തിൽ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, മഴ, സ്തോത്രം, അൾസർ, ക്യാൻസർ, ബ്ലീഡിങ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ ഇവിടെ അടുത്തൊരു കൊച്ച്, ഞാൻ ശുശ്രൂഷിച്ച സഭയിലെ ഒരു കൊച്ചാണ്, പോയ വഴിക്ക് അതിന് സ്ട്രോക്ക് വന്നു. 7 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അതിന് നേരത്തെ 7 ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു സഹോദരിയാണ്. അന്ന് ഞാൻ ആ പാസ്റ്ററെ വിളിച്ച് മെസ്സേജ് ഇട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, പാസ്റ്റർ 7 ഓപ്പറേഷൻ കഴിഞ്ഞ സഹോദരിയാണ്, അവൾ പോയ വഴിക്ക് സ്ട്രോക്ക് വന്നു, നേഴ്സാണ്. ഹലോ, ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു ഓപ്പറേഷൻ പോലും കഴിയാതെ ദൈവം കാത്തതോർത്ത് സ്തോത്രം ചെയ്യുക. ആ കഴിഞ്ഞ ഓപ്പറേഷനിൽ അനർത്ഥം ഒന്നും വ്യസനത്തിന് കാരണമായി തീരാത്തതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് തന്നെ ആ മുറിവിനെ കൂട്ടിയോജിപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. മൂന്നാമത്, ഹല്ലേലൂയ,
മെന്റലി ചിലർ പറഞ്ഞ വാക്ക്, അളിയൻ പറഞ്ഞത്, അമ്മാച്ചൻ പറഞ്ഞത്, നാപ്പും പറഞ്ഞത്, ഭാര്യ പറഞ്ഞത്, ഭർത്താവ് പറഞ്ഞത്, മക്കള് പറഞ്ഞത്, ചുറ്റുപാടുകൾ പറഞ്ഞത്, സഭക്കാര് പറഞ്ഞത്, ദൈവദാസന്മാർ പറഞ്ഞത്, പ്രതീക്ഷിക്കാത്തവർ പറഞ്ഞത്, വാക്കുകൾ നിമിത്തമുള്ള മുറിവുകൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. ഈ വചനത്തിന് ശക്തിയുണ്ടല്ലോ. ഉദാരഭാര ജാലഹത്താൽ വചനത്തിന് ശക്തിയുണ്ട്, ആത്മാവിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഉടവര ജഗതര വൈഡി വൽക്കി അമീതി അനാത്തി അടാമ്പി ആർമി ഏച്ചി തോല് കോണ്ട് പാട് വീത്ത മാട്ട് മുല്ല് ചത പന്ത് വട്ട് വിലി ചരത്തന കടകര ഹസി ആസ്ത ഭേദി കറുങ്കി ഹമി ഹെമൽ കെട മിനസില്ല യാ തൂറി ബിലാസിയാനാദി. ദൈവാത്മാവ് ഒരു ദൂത് പൊതുവിൽ പറയുന്നത് 10 മാസത്തിനകത്ത് ഉടവര ഹസ്തരാ ജഹൽക്കടകതന ചിലരുടെ മുറിവുകൾക്ക് ഉടവരഹസ്തൻ അത് വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ ഏറ്റ മുറിവുകൾക്ക് സൗഖ്യം ഉണ്ടാകും. അജനം ജോളി അങ്ങനെ പേരുള്ള ഒരാളിനെ ആത്മാവ് വെളിപ്പെടുത്തും. നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ജോളിയുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളിൽ ദൈവത്തിന്റെ കരം ഇടപെടും. ഇരക്കിലീമി എലിക്കിരിമ്പ് കടാമുടിച്ച് ധൂലിക്കാൻ മറിക്കുനം പചം പഠനം പഞ്ചപതി പടപഞ്ച പതിവാര പരിവേദ പരിവേഷം ഇതഹസ്തമുജമുസ്തമുരമുദമസ്തരക്ഷരം ധനഘടക. സഹോദരിമാരോട് ആത്മാവ് ഇടപെടുന്നത് യൂട്രസുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ചില അസ്വസ്ഥതകൾ, ചില ഡിസോർഡറുകൾ, ഇടാരകജന ആത്മാവ് അത്തരം വിഷയങ്ങളിൽ ഇടപെടും. ഇന്ന് രാത്രിയിൽ നിങ്ങൾ സമർപ്പിച്ചാൽ യൂട്രസുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളിൽ, ഡിസോർഡറുകളിൽ ദൈവത്തിന്റെ കരം നീട്ടുകയാണ്. ഈലാലിമി അമലതരി എനക്കുതുമ്പി കണ്ടുമിച്ച് തുല്യ കഞ്ച് പഞ്ച് തെക്ക് മട്ടു ഭിന്ന തേക് പാണ്ട് വേദകരം. ചിലരോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ തലമുറകളുമായി ബന്ധപ്പെട്ട് ഞരങ്ങുന്ന ചില വിഷയങ്ങളിൽ ചില മറുപടികൾ ഈ ആണ്ടിൽ വെളിപ്പെടും. ചിലരോടുള്ള ബന്ധത്തെ രണ്ടാമത്തെ തലമുറകളുമായി ബന്ധപ്പെട്ട് ഞരങ്ങുന്ന ചില വിഷയങ്ങളിൽ ഉടനപരകസ്തന ദൈവാത്മാവ് ഇടപെടും. ഉലന്തുരത്തോ ലഹത്തുന്നസൂല കഞ്ച് കെത്തു ലോകടി മച്ചസ്കനാദി. വീട്ടിലല്ലാതെ അന്യദേശങ്ങളുമായി, അന്യ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ചില വ്യക്തികളുടെ വിഷയങ്ങൾക്കകത്തും ദൈവത്തിന്റെ കരം നവംബർ മാസത്തിൽ നീട്ടി. ഉടവരഹസ്തന ചില ശാശ്വതമായ വിടുതൽ വിദൂരതയിലുള്ള വിഷയങ്ങളിൽ ദൈവം അയക്കും. ഉടനോതി അരത്തി ആലകി മീരവാല ഗീതമ്പടം മൂരം ഉച്ചമുട്ടനകടി കട്ടനാസി 60 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ടവരോട് ആത്മാവ് ഇടപെടുന്നതാണ്. നിങ്ങളിൽ ചിലരെ രോഗികളാക്കാൻ നോക്കുന്ന പോരുകളുണ്ട്. എരങ്കലഘടകജന. എന്നാൽ വിശ്വാസത്തിന്റെ വചനം ഉരുവിട്ട് ആത്മനിറവിൽ നിങ്ങൾ ചിലതിനോട് എതിർത്ത് നിന്നാൽ അത് നിങ്ങളെ ബാധിക്കത്തില്ലെന്ന് ആത്മാവ് ദൂത് പറയും. അലത്തലഹന്തലഘടകശകസ്തനാദിഗനസ്യാദന. ഞാൻ രോഗിയാകുമോ, രോഗിയായി കിടക്കുമോ എന്നൊക്കെ ചിലർ ചിന്തിച്ച് ഭാരപ്പെടുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് പറയുന്നത് കിടപ്പിലാകാനല്ല വിളിച്ചത്. ഉടവര ഹസ്തര ജഗനാരഗതന. യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നതുപോലെ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾക്ക് ചൈതന്യം വരുന്ന വിഷയങ്ങളുണ്ടാണ്. തലമുറകൾ നിമിത്തം ചൈതന്യം വരും. പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ കാണുന്ന നിമിത്തം ചിലർക്ക് ചൈതന്യം വരുമെന്ന് ആത്മാവ് ഇടപെടും. ഈ ലലി അത്തൽ ഇക്കടി എമ്പിരി എത്തൻ നെക്കോട് ഉമറച്ചത്തല്ല ഹടഹസി ഉസ്തരി ആക്ഷി ആമിയ ദേറോനസിലിയാന. ചിലരുടെ സാമ്പത്തിക മണ്ഡലത്തിനകത്ത് ശത്രു ചോർച്ചയിടുന്നുണ്ട്. ഉടോപലകതല അടകാലികത്തല അടകന്തലക്കട മറ്റൂലഗന്ധ മറോജനകസി. രാത്രിയിൽ നിങ്ങൾ ഏൽപ്പിച്ച് സമർപ്പിച്ചു. ഈ പറയുന്നതെല്ലാം പൊതുവിലാണ് പറയുന്നത്. ഏൽപ്പിച്ച് സമർപ്പിക്കുക. എത്രയും വരുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് വരുത്തി എത്ര വന്നാലും അതെല്ലാം ഉടവരഹസ്തന പ്രയോജനപ്പെടാതെ ചോർത്തിക്കളയുന്ന പൈശാചിക തന്ത്രങ്ങളുണ്ട്. അതിനെ ശാസിച്ച് ഇപ്പോൾ ചേർന്ന് ദൂതുകൾ ഏറ്റെടുത്ത് അതിന്റെ മേൽ ജയമെടുക്കട്ടെ. ജീനാദി ജനകധര രഗതനതി രഗതന. ചിലർക്ക് അലർജിയുടെ അസ്വസ്ഥതകളുണ്ട്. ഇതംവട്ടം ചില ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ചിലർക്ക് പിടിക്കാതിരിക്കുന്ന ചില അലർജി, അതിന്റെ അസ്വസ്ഥതകൾ ആത്മാവിശ്വാസിക്കും. ഈ ദിവസങ്ങളിൽ ജുഡിയോനത്തെ ലകത്തുലിക്കിടി പിച്ചവാത്തമാൽ കാട്ടിമേൽ കൂറും കന്തിക്കിടുപ്പി കരിമേരി കേട്ട് കോലം പൊടുമ്മി അക്ഷി വീജം ഈശ്വര ഘനസ്യാന ജൂഡാന. ചിലർക്ക് വചനം വായിച്ച് ധ്യാനിക്കാൻ മടിയാണ്. ചിലർക്ക് അതിന് പറ്റുന്നില്ല, അതിന് സാഹചര്യം പറ്റുന്നില്ല. ആത്മാവ് എന്ന് പറയുന്നത് വചനം നിങ്ങൾ വായിച്ച് ധ്യാനിച്ച് ബലപ്പെടണം.
ആരും വചനത്തോട് ഉപേക്ഷ കാണിക്കരുത്. ഏഹാദിയോ ദാലു ഹോദോൻ ഓൺ മൈ ടോറി ബിന്നിഷീദാൽ കൈസോ നെപ്പാട്ടിയ മാൽഹുറാൻ ചാരാസിയാല വൈഡ നെഹുത്തിയ മാട്ടാലിയ വേദാന്തിയ റിക്കൂലിയ പിണ്ടാവലിയ പടുപ്പിനിയ ഷിയ ദാമസിയ അർക്കനേസെ ലേവണ്ടി മിൽഖനാജകന. വചനത്തിൽ ബലപ്പെട്ടാൽ ശത്രു നിങ്ങളെ ജയിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് തൂതു പറയണം. വചനത്തിൽ നിങ്ങൾ ബലപ്പെട്ടാൽ ശത്രു നിങ്ങളെ ജയിക്കത്തില്ല. ഓരവ ഓരവല ഹൃദരവല ഹൃദകന അടകശി അധകരം അമ്പർജകന. കാലുമായി ബന്ധപ്പെട്ടൊക്കെ അസ്വസ്ഥത ഇടുന്ന പോരാട്ടങ്ങളെ ആത്മാവിൽ ശാസിച്ച് പ്രാർത്ഥിച്ചാട്ട് കാലുകളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയുള്ളവർ യേശുവിന്റെ നാമത്തിൽ ഉടിയബാന ധീരജാന അത് വെരിക്കോസ് വെയിൻ പോലെ വെയിനുമായി ബന്ധപ്പെട്ടൊക്കെ ഞെരുക്കുന്ന പോരുകളെ ശാസിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചാടൂല ഉലഹത്തല ബലകി എവനൈറ്റിനെ ഹിടിമിച്ചരി കണ്ടു വർജേവത്തിൽ കൺമരനോ ഷേദികസിയ ബിലംധുരൻ ഖതുൽ ഖടകശി അമസ്തര ജലദിക സിയാദരകസിയാന. ഇന്ന് വായിച്ച വാക്യങ്ങൾ ഉടവരകസ്തരാജകന ആ കുറിവാക്യം നിങ്ങൾ കൈവച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിര്. നിങ്ങളുടെ മുറിവുകളെ ദൈവം കെട്ടും. നിങ്ങളുടെ മുറിവുകളെ ദൈവം കെട്ടും. അത് അക്ഷരീയമായ മുറിവാകട്ടെ, ശാരീരികമായ മുറിവാകട്ടെ, ആത്മീയമായ മുറിവാകട്ടെ, മാനസികമായ മുറിവാകട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ജനത്തെ അടിയൻ അനുഗ്രഹിക്കുന്നു. അവരുടെ മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ കെട്ടപ്പെടട്ടെ. അവിടുത്തെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അടിയനും അത് ആമേ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുക്കുന്നു. മുറിവുകൾ ഉടവരകനെ ശുശ്രൂഷിക്കുന്നവർക്കും ശുശ്രൂഷകന്മാർക്കും ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് എല്ലാവർക്കും ഇന്ന് രാത്രിയിൽ ഒരു ഹീലിംഗ് യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകാൻ കൽപ്പിക്കുകയാണ്. ആരവാചവ അരഗജൻ അധികര അടകന്ധര ആവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. ഓൾ ഡിസീസ് സകല രോഗങ്ങളും അവൻ സൗഖ്യമാക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഉടവരകഥൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ ചുമന്നവൻ വ്യാധികളെ വഹിച്ചവൻ നമ്മുടെ നടുവിലുണ്ട്. ആരാധന ജഗന ജഗൽക്കട ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന വചനവും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മെ സമർപ്പിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ആമേ. പ്രിയ വർഗീസ് വാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിച്ചാണ്. സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം നല്ലവനും വിശ്വസനീയമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ തിരുനാമത്തെ ഞങ്ങൾ വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആകാശവും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത സ്വർഗത്തിൽ നീക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം അങ്ങയുടെ ആവശ്യത്തിന് കൂടി ഞങ്ങൾ കേൾക്കുവാനിടയാക്കിയതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശാരീരികവും മാനസികമായ എല്ലാ രോഗങ്ങൾക്കും കർത്താവേ അവിടുന്ന് മതിയാവിനായി ഞങ്ങൾക്ക് വെളിപ്പെട്ടുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അടിപ്പട ഞങ്ങൾ സൗഖ്യമാകുന്നല്ലോ കർത്താവേ. സാക്ഷാ രോഗത്തെ വഹിച്ചവനും വ്യാധികളെ ചുമന്നവനും അവിടുന്ന് ആകുന്നല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയുടെ വചനത്തിലുണ്ടല്ലോ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് കരുണ തോന്നണമേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആശ്രയം ആരുമില്ല. അങ്ങല്ലാതെ ഞങ്ങളുടെ കഷ്ടതയിൽ ശരണമായിട്ട് ആരുമില്ല. ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവ് സകലവിധ രോഗത്തിനും കർത്താവ് വിടുവിക്കണമേ. ഞങ്ങളുടെ ആത്മീയ രോഗത്തിന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ക്ഷീണത്തെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളെ മടങ്ങി വരുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വരം കേട്ട് എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, ഈ മീറ്റിംഗിൽ കൂടി ദൈവമേ സോദരവചനം കേൾക്കുന്ന എല്ലാവർക്കും അത്ഭുത വിടുതലും ആശ്വാസം ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ ദാസനും കൂടി ദൈവത്തിന്റെ ആത്മാവ് പ്രേരണയാൽ ഈ നടക്കുന്ന മീറ്റിംഗ് എന്റെ ദൈവമേ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന യാതൊരു തടസ്സവും കൂടാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കണം കർത്താവേ, നിന്റെ ദാസൻ കൂടി അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ ദാസനെ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപയെ സൂക്ഷിച്ച് പരിപാലിക്കണമേ. കർത്താവേ, അനുഗ്രഹമായ ശുശ്രൂഷകൾ ദൈവം നൽകണമേ. അനേകർക്ക് അത് വിടുതലും ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വതന്ത്രകാരങ്ങൾ ആലപിച്ചവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. വിവിധ ശുശ്രൂഷകള് താരന്തുകൾ കൊടുത്തവരൊക്കെ ഉണ്ടല്ലോ കർത്താവെ, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രവർത്തിച്ച കർത്താവിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം ആത്മീയമായി ഞങ്ങൾ എല്ലാവരെയും ശക്തീകരിക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രായങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ നോക്കി നിരാശപ്പെട്ടിരിക്കാതെ കൊണ്ടു കർത്താവ് വിളിച്ച ദൈവം വിശ്വസനാകുന്നതുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുവാൻ കർത്താവിന് വേണ്ടി ധൃതിയോടെ ജഡതിയോടെ
ശക്തിയോടെ കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കുകയും പുതുക്കുകയും ചെയ്യണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിച്ചാട് ദൈവരെ പൊതിഞ്ഞ് സൂക്ഷിച്ചാട് വരവിനാൽ ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപകളും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടെ അവരോടും ദൈവത്തിന്റെ വചനം സൂക്ഷിച്ച കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും കൂടെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവങ്ങൾക്കും പ്രത്യേകം നന്ദി. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം. ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ സുജാതാൻജിയെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു, ഗ്രൂപ്പ് ആരും നോക്കുന്നില്ലെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യൂമ ഗോസ്പൽ വോയിസ് എന്നാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ പേര്. സ്തോത്രം. 2 വാട്സപ്പിലും ആ ഗ്രൂപ്പുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് എമർജൻസിയുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നവരുടെ വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എല്ലാവർക്കും പ്രത്യേകം വാക്യങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. അത് 1000 പേർക്ക് ആ വാക്യം വരുന്നുണ്ട്. സ്തോത്രം. ടോട്ടൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.